ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ തന്നെ ആണെങ്കിൽ ഞാൻ ജിമ്മിലുള്ള ഈ സാധനമൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് നിൽക്കാമായിരുന്നു ഗൈസ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വെൽഡിങ്ങിൻ്റെതും വെയർഹൗസിൻ്റെ ഒക്കെ ചീറ്റ് കോഡാണ്. പറയുന്നതിൻ്റെ മുമ്പ് തല അടിച്ചു വീണു ഗൈസ്. ചാവാതിരുന്നാൽ മതിയായിരുന്നു, ഒന്നും പറ്റിയില്ല, ഭാഗ്യം. അതിൻ്റെ ചീറ്റ് കോഡൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ള് സപ്പോർട്ട് തരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനു മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാർ ഏതാണെന്നും കമൻറ്റ് ചെയ്യുക ഗേസ്. അപ്പോൾ ആ കാറൊക്കെ ഏത് കാറാണെങ്കിലും ഈ ഇന്ത്യൻ ബൈക്ക് ആൻഡ് റൈഡിയിലോട്ട് ഇന്ത്യൻ ബൈക്ക് ആൻഡ് റൈഡിയിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതിൻ്റെ ചീറ്റ് കോഡൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ വെൽഡിങ്ങിൻ്റെ ചീറ്റ് കോഡാണ് B1 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ബിൽഡിങ് കേസ്. അടുത്ത B2 അടിച്ചു കഴിഞ്ഞാൽ വേറൊരു ബിൽഡിങ് സ്പോൺ ആവും കേസ്. ഇതേപോലെ B12 വരെയുണ്ട് ഈ ചീറ്റ് കോഡൊക്കെ. അടുത്ത ചീറ്റ് കോഡ് B3 അടിക്കാം കേസ്. B3 അടിച്ചാൽ ഈ കാണുന്ന ബിൽഡിങ്ങാണ് സ്പോൺ ആവുക. അടുത്ത B4 അടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ 5 വരെ അടിക്കുന്നുള്ളൂ കേസ്, എനിക്കിപ്പോൾ സമയമില്ല. B4 അടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ട ഒരു ലിഫ്റ്റൊക്കെ ഉള്ള ഒരു വെഡിങ് സ്പോൺ ആവും. B5 എവിടെ സ്പോൺ ആക്കും? ഇവിടെ തന്നെ സ്പോൺ ചെയ്യുക. B5 അടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതെന്താ ഞാൻ മുന്നോട്ട് പോകണേ, അവിടെ നിൽക്ക്. B5 അടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ചെറിയൊരു വലിയ സ്പൂണാവും, അല്ല നീളുണ്ട് കേസിന്. ഓക്കെ, അടുത്ത വെയർഹൗസിൻ്റെ ചീറ്റ് കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ചീറ്റ് കോഡാണ് ഈ ഗ്രൗണ്ടിൽ തന്നെ ആക്കാം. വെയർഹൗസിൻ്റെ ചീറ്റ് കോഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞുതരാം. H11 അടിക്കാം കേസ്. H11 അതടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന വെയർഹൗസ് നിങ്ങൾക്ക് സ്പോണാക്കാൻ പറ്റും. ഇനി നമ്മൾ ഒരു സ്ഥിരം പരിപാടിയുണ്ട് കേസ്. ആ പരിപാടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരെ ഒക്കെ തീർത്ത് കളയൽ കേസ്. അതാണ് നമ്മുടെ പരിപാടി, എന്നുമുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് കേസ്. അത് എന്നും നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറ ആംഗിളിൻ്റെ അപ്പുറത്തുള്ളൊരു ബട്ടൺ ഉണ്ടല്ലോ, സ്ലോ മോഷൻ്റെ ബട്ടൺ, അത് നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ചാടും കേസ്. ഓക്കെ, ഞങ്ങൾ വണ്ടി ചാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വണ്ടി ആയാലും ചാടും, ചില വണ്ടികൾക്ക് മാത്രം ചാടില്ല കേസ്. പറക്കുന്ന ഒരു വണ്ടിയും ചാടില്ല. നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി പോലീസുകാരനെ അങ്ങ് തീർത്ത് കളയാം. എനിക്ക് പോലീസുകാരൊക്കെ തീർത്ത് കളയാൻ ഭയങ്കര ഇഷ്ടമാണ് കേസ്. ഇയാളെ കണ്ണിന് തന്നെ ആ ചെവിക്ക് വെടികളുണ്ടോ? ഇയാളെ കണ്ണിന് അല്ല, ചെവിക്കാണ് നമ്മൾ വെടിവെച്ച്. ഇനി നമുക്ക് നമ്മുടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാം. ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ എങ്ങനെ കയറാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഏത് ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറാൻ പറ്റും, പക്ഷേ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല കേസ്. ഈ ഒരു വണ്ടി നിങ്ങൾ എടുത്ത് ബിൽഡിങ്ങിനെ ഇങ്ങനെ ചാരി വെക്കണം. ഓക്കെ, ഞാൻ ബിൽഡിങ്ങിനെ ചാരി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റി കേസ്. ഇതേ കണ്ടില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. ബിൽഡിങ്ങിൻ്റെ ഓരോ പാർട്സ് കാണാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേസിനായിരിക്കും. എല്ലാ ബിൽഡിങ്ങിൻ്റെയും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിൻ്റെ പുറത്ത് കിടക്കാം. ഓക്കെ, പുറത്ത് കിടന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനമുള്ള രീതിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതിലൊന്നുമില്ല കേസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇനി നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. ഈ ചേച്ചിമാരൊക്കെ ബിൽഡിങ്ങിനെയാണല്ലോ നടന്നു പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് എല്ലാ സ്ഥലവും ചുറ്റിക്കാണാം. ഓക്കെ. ഇനി ഓരോ വീട്ടിലും ഓരോ മാജിക് ഉണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ പുതിയ വീട്ടിലും നമ്മുടെ പഴയ വീട്ടിലും ഒക്കെ ഓരോരോ മാജിക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ പഴയ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേന് വണ്ടിയുടെ ഡോറും പോയി, റോഡ് ക്ലോസ് ചെയ്യേണ്ട ബോർഡും പോയി. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിന്ന് കിടക്കാം. ഇവിടെ എല്ലാം ഡ്രസ്സ്. അപ്പം നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് കയറാം. ഈ കിച്ചൺ ഉണ്ടല്ലോ, കിച്ചൺ. അപ്പം അവിടേക്ക് പോവാം. നിങ്ങൾ ഇതിൻ്റെ മേളിൽ കയറാം. എന്നിട്ടൊരൊറ്റ ചാട്ടാണ്. ആവുന്നില്ലല്ലോ, വെറുതെ ആയോ? ഇല്ല ഇല്ല ഇല്ല, ചടി ചടി ചാട്. എടാ പറ്റുന്നില്ല കേസിന്. എന്താണാവോ? ഒന്നും കൂടി ചാടി നോക്കാം. ഓരോ മാജിക് കൊണ്ട് പറഞ്ഞിട്ട് ഈ മാജിക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോയ് ഇട്ടതായിരുന്നു. വർക്കാവുന്നുണ്ട്. വർക്കായി. വർക്കായി. ഓക്കെ, വർക്കായി. ഇപ്പോൾ തലടിച്ച് വീണേ. ബാഗും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് മാജിക്. ഓക്കെ, നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാം. സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് കാര്യമില്ല, അവിടെ വെള്ളമൊന്നുമില്ല. പകുതി കുറച്ച് വെള്ളമുണ്ട്. ഒരു കട്ട മൈൻക്രാഫ്റ്റ് സ്വിമ്മിംഗ് പൂളിൻ്റെ മാതിരിയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. നമ്മൾ കാലിലെ ഷൂസൊന്നും ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. നടക്കുമ്പോൾ ചെറുതായിട്ടൊരു നേരെ കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്കൊക്കെ കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു വണ്ടിയുണ്ട്. ഈ കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നൊരു വണ്ടിയാണ്. അത് JCB ആണ്. അതിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞു തരാം. അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ ചീറ്റ് കോഡ് ശ്രദ്ധിച്ച് കേട്ടോ. 6677. ഇതടിച്ചു കഴിഞ്ഞാൽ JCB സ്പോണാവും. അതേപോലെ തന്നെ അതിന് പോലെ ഒരു ഫയർ ട്രക്കുണ്ട്. എൻ്റെ ചീറ്റ് കോഡ് 606. ഇതൊക്കെയാണ് ഈ വലിയ വണ്ടിയുടെ ചീറ്റ് കോഡ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ബസ്സാണ്. ബസ്സിൻ്റെ ചീറ്റ് കോഡാണ് 5599. ബാക്കി വണ്ടികളുടെ ചീറ്റ് കോഡൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, എനിക്ക് സമയമില്ല അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അതൊരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറയുന്നതാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും, ഇന്ത്യൻ ബൈക്ക് കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും